ശരി 380ഓളം തെരുവ് നായ്ക്കൾ കോഴിക്കോട് കോർപ്പറേഷന്റെ ഓരോ വാർഡിലുമുണ്ടെന്നതാണ് കോഴിക്കോട് കോർപ്പറേഷന് തന്നെ കണക്ക്. പയ്യാനക്കൽ മേഖലയിലും തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്. എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കൾ. അതാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഇപ്പോഴത്തെ അവസ്ഥ. 28,500-ലധികം തെരുവ് നായ്ക്കൾ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രമുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ തെരുവ് നായ്ക്കളുടെ എണ്ണം ഇതിലും കൂടുതലാകാനാണ് എല്ലാ സാധ്യതയും. കോഴിക്കോട് നഗരത്തിൽ ഏറെ ജനസാന്ദ്രതയേറിയ പയ്യാനക്കൽ മേഖലയിൽ ജനങ്ങൾ തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ്. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമെല്ലാം ഒരുപോലെ തെരുവു നായ്ക്കളെ ഭയന്നാണ് സഞ്ചരിക്കുന്നത്. നായ്ക്കളെ പേടിച്ച് കോഴിക്കോട്ടുകാർ വീടിനു ചുറ്റും വലകെട്ടാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇവിടെ പയ്യാനക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തെരുവു നായ ശല്യം എന്ന് പറഞ്ഞാൽ വീടുകളിൽ അന്നാന്ന് ജോലിക്ക് പോണ ആളുകളാണ്. അപ്പോൾ അവർ രാവിലെ പോയി കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെ മുൻഭാഗത്തും നെറ്റ് ഇങ്ങനെ കെട്ടും. ചില ആൾക്കാർ കുറഞ്ഞ പൈസ കൊടുത്തിട്ട് നെറ്റ് വാങ്ങിയിട്ട് പിന്നെ കൊലയിൻ്റെ ഭാഗങ്ങൾ കെട്ടുകയാണ് ഇവിടെ. പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ അവർ പുതിയതായിട്ടുള്ള എടുക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കും തെരുവ് നായ്ക്കൾ. അങ്ങനെ ആരെങ്കിലും കുട്ടികളെ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ അറിയാതെ കുട്ടികളെ പിന്നാലെ ഓടും. അങ്ങനെയൊക്കെയാണ് ഇവിടെ പയ്യാനക്കൽ ഏരിയയിൽ നടക്കുന്നത്. ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടെ ഇപ്പോൾ കയറ്റുവളപ്പിൽ ഒരുവിധം വീടുകളിലൊക്കെ നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു നായ്ക്കളെ കൊണ്ട്. അത് വളരെ ഒരു ഇതന്നെയാണ്. കോർപ്പറേഷൻ അത് കണ്ടറിയും. കുറേ കാലമായി ഇത് പറയുന്നു, കുറച്ച് നായ്ക്കളെ കൊണ്ടുപോയി. പിന്നെ ഈ നായ്ക്കളെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ ചില ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവർ ഒഴിവാക്കും. എന്നിട്ട് ആ നായ്ക്കൾ വേറെ സ്ഥലത്തേക്ക് വരും. അങ്ങനെയുള്ള ഒരു വിധം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണല്ലോ ഇവിടെ മോഡലിൻ്റെ ആ ഭാഗത്ത് ഇപ്പോഴും കടിച്ചുകൊണ്ട് രാത്രി ഒന്നും അതിലെ നടക്കാൻ തന്നെ പറ്റൂല. നൂറുകണക്കിന് തെരുവു നായ്ക്കൾ പയ്യാനക്കൽ മേഖലയിൽ മാത്രമുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെരുവു നായ്ക്കൾ റോഡിലേക്ക് ചാടുന്നതും നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് യാത്രക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതുമെല്ലാം പതിവ് കാഴ്ചയാണ്. കൊച്ചുകുട്ടികളും വയോധികരുമാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരാകുന്നതിൽ അധികവും. മുഴുവനായിട്ടും തെരുവ് നായൻ്റെ ശല്യമുണ്ട്. പൊതുവേ കുട്ടികളൊക്കെ മദ്രസയും മറ്റ് സ്കൂളൊക്കെ വിട്ടുപോകുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അതൊരു പരിധിവരെ പരിഹരിക്കാൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങളുണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള ചാനലുകൾ, ന്യൂസ് ചാനൽ പോലുള്ള സംഘടന ഇത് പിന്നെ വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കണം. കാരണം സാധാരണ കുട്ടികളൊന്നും ആ കാലത്ത് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവർ നായാണ് വരുന്നത്. ആ സൈഡിലുണ്ട്. വരുന്ന സമയത്ത് മുതിർന്നവരാരും റോട്ടിലുണ്ടാവില്ല. ആ സമയത്താണ് ഈ കുട്ടികൾ ഞങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നത്. ഈ സമയത്താണ് ഈ നായ്ക്കളുടെ ശല്യം കൂട്ടമായിട്ട് വന്നിട്ട് ആക്രമിക്കുകയാണ്. കൂട്ടമായിട്ട് കുട്ടികളൊക്കെ ആക്രമിക്കുന്ന സംഭവം തുടർച്ചയായിട്ടുണ്ടാവുകയാണല്ലേ മേഖലയായിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിന് നിർദ്ദിഷ്ടമായ ഒരു പരിഹാരങ്ങളും ഉണ്ടാവണം. എല്ലാവരും ഇതിനോട് സഹകരിക്കുകയും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹിക പ്രശ്നമാണല്ലോ എല്ലാവരും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും സാമൂഹിക പ്രശ്നമാണ്. ഇതിനൊരു ബദൽ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുക നിർബന്ധമാണ്. തെരുവുനായിൻ്റെ ശല്യം തന്നെ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നമ്മളെ പടിഞ്ഞാറ്റൊക്കെ വളരെ ഭയങ്കര ശല്യമാണ് തെരുവുനായിൻ്റെ. വേറെ ഒന്നുമില്ല, വേറെ വിശേഷമൊന്നും പറയാനില്ല. അതാണ് പറയാനുള്ളത്. വലിയൊരു പ്രയാസമാണ് ഈ നാട്ടുകാർ നേരിടുന്ന പ്രയാസം, ഭയങ്കര പ്രയാസം. തെരുവു നായ്ക്കൾക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഷെൽട്ടറുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ഇത് കോഴിക്കോട് പോലെ ജനസാന്ദ്രതയുള്ള ഒരു നഗരത്തിൽ എത്രമാത്രം പ്രായോഗികമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. വലിയ സാമൂഹിക പ്രശ്നമായി മാറിയ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് പയ്യാനക്കൽ മേഖലയിലെ ജനങ്ങളും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിശ്വജിത്തിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.